ദിവസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന് എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്ക് ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം എന്റെ 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് നമ്മൾ വായിച്ചത്? ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ ആത്മാവാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മൂക്കിലൂതി ജീവശ്വാസം പകർന്നു ജീവനുള്ള ദേഹിയായി മാറി. മനുഷ്യനാത്മാവുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് വരണം. മനുഷ്യന്റെ ആത്മാവിനോട് നമ്മുടെ ആത്മാവോട് ചേർന്ന് ദൈവാത്മാവ് നടക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. അങ്ങനെ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുവാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വീഴുന്ന ഉപദേശങ്ങൾ, ആലോചനകൾ തന്ന് പാപത്തിന്റെ വഴികളെ കുറിച്ച് യഥാർത്ഥ ബോധ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് നടക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നാം ദൈവമക്കളാണ്, ദൈവാത്മാവാണ് എന്നെ നടത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഈ ഭൂമി നമുക്ക് അധിക കാലമൊന്നുമില്ല, പക്ഷെ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ദൈവാത്മാവിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കുന്നതിനോളം ശ്രേഷ്ഠമായ മറ്റൊന്നും ഈ ഭൂമി ഇല്ല കാര്യം. ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നടത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അനാഥനുമല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യാത്മാവിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും പല മേഖലകളിൽ നമ്മൾ അനാഥനായി ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെയുള്ള സാഹചര്യത്തിലൂടെ വരുമ്പോൾ ദൈവാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, നീ അനാഥനല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവം നമ്മെ ആത്മാവിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞ് ഓടി വന്ന് തന്റെ അപ്പനെ കെട്ടിപ്പിടിച്ച് അപ്പന്റെ തോളിൽ കയറി അപ്പന്റെ കയ്യിൽ കയറുന്നതിന്റെ അപ്പന്റെ കവിള് തുമ്മ കൊടുക്കുന്നത് പോലെ ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്. നാം ദൈവാത്മാവിനെ നിറയപ്പെട്ട് നമ്മുടെ ദൈവത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് നാം ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറാൻ തുടങ്ങും. ദൈവാത്മാവിനെ നിറയപ്പെടുമ്പോൾ നമ്മുടെ മനുഷ്യ പ്രശ്നങ്ങളെല്ലാം മാറാൻ തുടങ്ങും. അപ്പം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 കാണുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ, ഹല്ലേലൂയ, അവർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട് പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടും ജന്മമാണ് നമുക്ക് ദൈവാത്മാവിൽ നിറയപ്പെടാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളെ അവകാശത്തെ കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നമ്മൾ ജഡത്തെ അനുസരിച്ച് ഹല്ലേലൂയ ജീവിക്കേണ്ട ജഡത്തിനല്ല നമ്മൾ കടക്കാരനാകുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ മരിക്കുവാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യനുള്ള ആത്മാവിനാൽ, ആ ജഡത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ചിന്തിച്ച് ജീവിതം മുന്നോട്ട് പോയാൽ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ജഡമനസ്സിനെ, ജഡത്തിന്റെ ചിന്തകളെ, ജഡത്തിന്റെ ആത്മാവിനെ മരിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവിനാൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രക്ഷിക്കപ്പെടുന്നവരെല്ലാം പുത്രത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ അധിവസിക്കുന്നവരെത്രയെന്നാണ് ഇതിന്റെ ചരിത്രം. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തോടെ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അവർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. അത് ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങൾ നീ എന്തെല്ലാം പറഞ്ഞാൽ പല വീടുകളും കയറി ഇറങ്ങി സുവിശേഷം പറയുമ്പോൾ പല ക്രിസ്ത്യാനികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? അവരപ്പോഴാണ് ആ വാക്ക് പോലും കേൾക്കുന്നത്. ഇന്നും ആർക്കും അറിയത്തില്ല. അല്ലേ? അഥവാ അങ്ങനെ പലരും കേട്ട് അറിഞ്ഞിട്ട് അതിന്റെ പൊരുൾ എന്താണെന്നും അറിയില്ല. സ്തോത്രം. അപ്പം പണ്ട് കാലത്ത് എനിക്കും അങ്ങനെ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കരിശം വരുമായിരുന്നു. അല്ലേരിയ
ഞങ്ങളുടെയൊക്കെ വീടിന് ചുറ്റും പെന്തക്കോസ് പള്ളിയാണ്. അവരൊക്കെ പലപ്പോഴും ചോദിക്കും, പാപ്പച്ചാ നീ രക്ഷിക്കപ്പെട്ടോ ചോദിക്കും. നമുക്കങ്ങ് അരിശോ അവരോട്, കാരണം നമുക്കറിയത്തില്ല എന്താണെന്ന്. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജഡത്തിന്റെ ആത്മാവിനെ മരിപ്പിച്ചുകൊണ്ട് ജഡമനസ്സിനെ നമ്മൾ നീക്കിക്കളഞ്ഞിട്ട്, ജഡത്തിന്റെ ചിന്തകൾ നീക്കിക്കളഞ്ഞിട്ട് ദൈവാത്മാവിൽ നിറയപ്പെടുന്നതാണ്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതാണ് രക്ഷയുടെ അനുഭവം. നമ്മൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് രക്ഷിക്കപ്പെടും തന്റെ ഇടത്തോടെ പറയുവാൻ കഴിയണം. അല്ലേലൂയ. ഒരിക്കലും വീണ്ടും സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ഭാര്യയും. അവർ വളരെ ശക്തമായിട്ട് ഞങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അല്ലേലൂയ. കാരണം അവർ കുത്തിയിരുന്ന് ഈ ദൈവവചനം വായിക്കും, പക്ഷെ അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അല്ലേലൂയ. അപ്പൊ ഞാൻ അവസാനം ചോദിച്ചു, നിങ്ങൾ ഇത്രയും വചനമൊക്കെ പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെപ്പാടെ പ്രശ്നമായി. അവർക്കറിയില്ല എന്താണ്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ വായിച്ചിട്ട് എന്താ നിങ്ങൾക്ക് പ്രയോജനം? അല്ലേ എന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ നേരം എടുത്ത വൈകുന്നേരം വരെ ഈ വേദപുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം, എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷെ അവർക്ക് അതിനകത്ത് ഒരു കാര്യങ്ങളും അറിയത്തില്ല. അല്ലേ അവർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അതിപ്പോ ഇവിടെ പൊതുവിൽ പറയാൻ പറ്റുന്നതുമല്ല. അല്ലേ അത് ആ ശുശ്രൂഷയോടനുബന്ധമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അവരോട് ചോദിച്ചാൽ അവരങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ചിലർക്ക് അറിയത്തുള്ളൂ, കാരണം അതൊക്കെ പെട്ടെന്ന് പഠിക്കും. അല്ലേ അപ്പം മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കുന്ന രക്ഷിക്കപ്പെടുന്ന വ്യക്തി ആമീൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ദൈവാത്മാവിനാൽ നിറയപ്പെടും. ആത്മാവിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിനാൽ നമ്മൾ ജീവിക്കപ്പെടുവാൻ തുടങ്ങും. പ്രൈസലോ. അല്ലേ അപ്പൊ ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അന്തരാത്മാവിൽ ദൈവമക്കൾ എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യമില്ലാത്ത ആരും ദൈവമക്കളല്ല. അല്ലേ നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള സാക്ഷ്യം ഉണ്ടാകണം. അതാണ് റോമലേഖനം 8:16 പറയുന്നത്. നാം ദൈവത്തിന്റെ മക്കൾ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയണം. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയണം. പ്രൈസോ. അപ്പം ദൈവത്തിന്റെ ആത്മാവിനാലാണ് നാം നിറയപ്പെടുന്നെങ്കിൽ ഈ ലോകത്തിന്റെ മലിനസുഖങ്ങളിൽ, പാപസുഖങ്ങളിൽ നമ്മൾ വീഴുകയില്ല. ദൈവാത്മാവ് നടത്തുന്നവന് അസത്യമായ ജീവിതം നയിക്കാൻ കഴിയത്തില്ല, അസന്മാർഗമായ ജീവിതത്തിൽ കടന്നു പോകാൻ കഴിയത്തില്ല. അവന് മദ്യപിക്കുവാനും പുകവലിക്കുവാനും മുറുക്കുവാനോ തമ്പാക്ക്, വാൻപരാഗ്, മസാല, അലരിയ ഇന്നത്തെ മയക്കുമരുന്നുകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ലേലിയ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ, ജഡമനസ്സിനാൽ ജഡത്തിന്റെ ആത്മാവിനാൽ നടത്തുന്നവരൊക്കെ അല്ലേലിയ അവരങ്ങനെ നടക്കും. പ്രൈസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വട്ടമേശ സമ്മേളനം എല്ലായിടത്തും. അല്ലേലിയ എവിടെ ചെന്നാലും പണിയില്ലാത്ത കുറെ സഹോദരന്മാര് എവിടെ ഇരുന്ന് കൂട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് ബോഷ്കു വിളിച്ചു പറയുന്ന, നുണ വിളിച്ചു പറയുന്ന, ജഡത്തിന്റെ ആത്മാവിനെ ചീർത്തിരിക്കുന്ന അനവധി ആളുകളെ കാണാൻ കഴിയും. അല്ലേലിയ. നിങ്ങൾ അതിനൊക്കെ മാനസാന്തരപ്പെടണം കേട്ടോ. കർത്താവിന്റെ വരവ് നിങ്ങൾ നിത്യതയിൽ കാണണമെങ്കിൽ കർത്താവ് യേശുവിന്റെ സ്വന്തം രക്ഷിതാവും പിതമായി ചെയ്യുക. നിങ്ങൾ എത്ര പ്രതാപമുള്ള പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരുന്നാലും, എത്ര പ്രതാപത്തോടെ പള്ളി തല ഉയർത്തി നിന്നാലും, വേഷഭൂഷാദികൾ അണിഞ്ഞ പുരോഹിതന്മാർ നിങ്ങളുടെ സഭയ്ക്കുണ്ടായിരുന്നാലും, വളരെ ഭക്തിനിർഭരമായ പെരുന്നാളുകളും എല്ലാ അനുഭവങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾ അനുഭവത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്താലും, വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് നിങ്ങൾ ജീവിച്ചാലും, അല്ലേലിയ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രവേശനോ നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് അല്ലേലിയ നമ്മുടെ അന്തരാത്മാവിൽ ദൈവമക്കൾ എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ സാക്ഷി നമുക്കുണ്ടാകണം. അല്ലേലിയ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്നാണ്. റോമലേഖനം 8-ാം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. കണ്ട അവിടെ എഴുതിക്കുന്നതാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജഡത്തിന്റെ ഒരു പ്രവൃത്തിയും വരത്തില്ല. അല്ലേ നമ്മൾ ഒരു ദുർശീലങ്ങളും ഉണ്ടാകത്തില്ല. ജഡത്തിന്റെ ആത്മാവിൽ നീ ജീവിക്കുന്നതുകൊണ്ടാണ് നീ സകല ദുർശീലങ്ങളും നിന്റെ ഉള്ളിൽ കടന്നു വരുന്നത്. അല്ലേ എന്നിട്ട് ദൈവത്തിന് വചനം പറയുന്നത്, അല്ലേ സ്വതന്ത്രം നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്തെ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ, ജഡത്തിന്റെ ആത്മാവിൽ വസിക്കുന്നവൻ, അവൻ ദൈവത്തിനുള്ളവനല്ല, അവൻ ലോകത്തിനുള്ളവനാ.
ലോകമോഹങ്ങളാൽ, ലോകത്തിന്റെ ഇമ്പങ്ങളാൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങളാൽ, ഇവിടുത്തെ സുഖസൗകര്യങ്ങളാൽ, ഇവിടുത്തെ ഭൗതിക നന്മയാൽ, ഇവിടുത്തെ ലൗകിക സുഖങ്ങളാൽ, ഇവിടുത്തെ ചെട്ടിക ചിന്തകളാൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന സകല വ്യക്തികൾ അവർ ദൈവത്തിനുള്ളവരല്ല. അല്ലേ? അങ്ങനെ ജഡത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവരാണ് ഇവിടെ പിടിച്ചുപറി, മോഷണം, വ്യഭിചാരം, പരസംഗം, അശുദ്ധി, ദുഷ്കാമം, കൊള്ള, പലിശ എന്ന എല്ലാ തട്ടിപ്പുമായിട്ട് നടത്തുന്ന അനവധി ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നെ കേൾക്കുന്ന മാതാവിന്റെ പിതാവേ, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവാത്മാവിനാൽ നീ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ നിന്റെ മരണത്തോടുകൂടി നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഒന്നിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്, അല്ലെങ്കിൽ നിന്റെ മരണം, ഇത് രണ്ടിലേതെങ്കിലും ഇവിടെ സംഭവിക്കുമ്പോൾ നിത്യതയിൽ എത്തണമെങ്കിൽ, ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ, ഭൂമി വെച്ച് നിന്നെ രക്ഷിക്കപ്പെട്ട് ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ജഡത്തിന്റെ ആത്മാവിനെ അല്ലെങ്കിൽ മരിപ്പിച്ച ദൈവാത്മാവിനാൽ നീ നടത്തപ്പെടണം. പ്രൈസറോ ലേരിയ രക്ഷിക്കപ്പെടുക, അതാദ്യം പഠിക്കണം. എന്താണ് മാനസാന്തരപ്പെടുക? അല്ലേരിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേരിയ, ഒരുവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുള്ളൂ. ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവാത്മാവിലെ നടക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് പോകാൻ കഴിയില്ല. അല്ലേരിയ. പുത്രന്മാർ ആത്മാവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും ആത്മാവിന്റെ ഫലം ആസ്വദിക്കുന്നവരും ആണ്. എന്നാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രന്മാർ, അല്ലേരിയ, ആത്മാവിന്റെ അനുഭവം, അല്ലേരിയ, അനുഭവിക്കുന്നവരും ആത്മാവിന്റെ ഫലം ആസ്വദിക്കുന്നവരും എത്ര ജഡത്തിന്റെ അടിമത്തിൽ നിന്ന് ഭയത്വങ്ങളുള്ള സേവയിൽ നിന്നും വിടുവിക്കപ്പെട്ടവരാണ്. അല്ലേരിയ. മുമ്പ് ഒരു ഭയത്തിന്റെ ആത്മാവിനാലും വിവിധ സേവകളായിരുന്നു നിറയപ്പെട്ടവരായിരുന്നു. ഇന്നും പല മനുഷ്യൻ ജഡത്തിൽ നിറയപ്പെട്ട് വിവിധ സേവകളിൽ കുടുങ്ങി കിടക്കുകയാണ്. രക്തം ചെയ്യും. എന്തിനാണ് ഈ ദൈവവചനമൊക്കെ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ മാനസാന്തരത്തിൽ മടങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്നെ കേൾക്കുന്ന ഭഗവാനേ, ഈ ലോകത്ത് നിനക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ലോകരക്ഷിതാവ്. യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാൻ കഴിയുള്ളൂ. നിന്റെ ജഡത്തിന്റെ ആത്മാവിനെ നീ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ സാക്ഷ്യം പറയുന്നെങ്കിൽ മാത്രമേ നിനക്ക് നിത്യതയിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിന്റെ മരണാനന്തരം നിത്യമായി നരകത്തിലേക്ക് ചെന്ന് പതിക്കും. രക്തം ചെയ്യും. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. അല്ലേരിയ. എല്ലാ ദിവസവും വീട്ടിൽ പ്രാണ്ടി മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ഇഷ്ടംപോലെ കുടിച്ച് വൈകിട്ട് കിടന്നിട്ട് രാവിലെ പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. കുമ്പസാരിച്ചതുകൊണ്ടോ കുർബാന കൈക്കൊള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പെരുന്നാൾ കൂടെ ദാനധർമ്മം കൊടുത്തുകൊണ്ട് കാര്യമില്ല. മാനസാന്തരപ്പെടണം. വിശുദ്ധ ജീവിതം നയിക്കണം. ജഡത്തിന്റെ ആത്മാവിനെ മരിപ്പിക്കണം. അല്ലേലിയ. ജഡത്തിന്റെ ആത്മാവിനെ മരിപ്പിച്ചിട്ട് ആത്മാവിനാൽ ദൈവാത്മാവിനാൽ നീ നിറയപ്പെടണം. അല്ലേലിയ. സ്തോത്രം. പ്രൈസലോ. അല്ലേലിയ. മാനസാന്തരപ്പെടണം. ഞാനൊക്കെ പണ്ട് പള്ളിയിൽ പോകുമ്പോഴേ ഞങ്ങളുടെ പള്ളിയുടെ ഇടയ്ക്ക് സമയങ്ങളിൽ ചില പ്രായമുള്ളവരൊക്കെ പുറത്തിറങ്ങും. അല്ലേ? ഇറങ്ങിയിട്ട് അന്ന് ഈ വലിയ തെറുപ്പ് വീടി കിട്ടും. ചെറുവീടി, വെടിപിടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന കാലഘട്ടത്തിൽ. പഴയ ആൾക്കാർക്കറിയാം. എന്നിട്ട് അവര് പുറത്ത് നിന്നിട്ട് പള്ളിയുടെ മതിലിനോട് പിടിച്ച് ഇഷ്ടംപോലെ വലിച്ച് പുക തള്ളി വിടും. അല്ലേലിയ. എന്നിട്ട് തിരിച്ചു കയറും. ജഡത്തിന്റെ ആത്മാവ് പള്ളിയിലാണെങ്കിലും ജഡത്തിന്റെ ആത്മാവിനല്ല. ദൈവാത്മാവിനാൽ നിറയപ്പെടാത്തവനെല്ലാം അല്ലേ ഈ ലോകത്തിന്റെ സന്തതികളാണ്. അതുകൊണ്ടാണ് ഇത് പള്ളിയിൽ പലരും സമയത്ത് വരത്തില്ല. സമയത്ത് ആരാധന കൂടത്തില്ല, സമയത്ത് ദൈവസന്നിധി ഇരിക്കത്തില്ല. പള്ളിയിൽ ഇരിക്കുന്ന സമയം പുറത്തിറങ്ങി പോവുക, മൊബൈൽ നോക്കുക, മൊബൈലിൽ മെസ്സേജ് അയക്കുക, മൊബൈലിൽ കോളുകൾ എടുക്കുക, പള്ളിയിൽ ഇരിക്കും മൊബൈലുമായിട്ട് ഇടത്ത് ഇറങ്ങി ഓടുക, ഫോൺ വിളിക്കുക. ഇതൊക്കെ പറഞ്ഞ് ജഡാത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. അവരൊന്നും ദൈവാത്മാവിൽ ജനിക്കപ്പെട്ടവരല്ല. അല്ലേ? ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യും. അല്ലേലിയ. അവരുടെ നാവിൽ അസഭ്യ വാക്കുകൾ വന്നുകൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തിൽ അസഭ്യമായ ജീവിതമായിരിക്കും. അല്ലേലിയ. സത്യം അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ മാത്രമേ നിനക്ക് ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയായിരിക്കാൻ കഴിയുള്ളൂ. അല്ലേലിയ. അപ്പൊ ഇവിടെ നമ്മൾ റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കാൻ കാണുന്നുണ്ട്. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിലെ കൂട്ടവകാശികളും തന്നെ. നാം അവരോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവരോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ എത്രയും. അല്ലേലിയ. അപ്പൊ നമ്മൾ മക്കളാണെങ്കിൽ മാത്രമേ, കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണെങ്കിൽ മാത്രമേ അവകാശിയാകത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ അടുത്ത വീട്ടിലെ മക്കൾ വന്ന്, അടുത്ത വീട്ടിലെ കുട്ടികൾ വന്ന് നിങ്ങളുടെ വീട്ടിൽ അവകാശം പറയാൻ കഴിയത്തില്ല. അല്ലേലിയ.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞ ലോകത്തിലുള്ള എല്ലാവരും സ്വർഗരാജ്യത്തിൽ ചെന്ന് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെന്നുള്ളത്. അപ്പൊ മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെയാണ്. അപ്പൊ നമ്മള് കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ, കർത്താവിന്റെ വരവിൽ അവനോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ, ഇന്ന് കർത്താവിന്റെ ഈ ഭൂമിയിൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളെല്ലാം സഹിച്ചേ മതിയാവും. രക്തം ചെയ്യും, എല്ലാ കഷ്ടങ്ങളും നമ്മൾ സഹിക്കാം, രക്തം ചെയ്യും. ഈ ലോക ജീവിതം എന്നൊക്കെ പറയുന്നത് അല്ലേലിയ വളരെ കഷ്ടപ്പാടുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ് ശ്രോതാവേ. അതിന്റെ നടുവിലാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഇവരും ദൈവത്തിന്റെ മക്കളാകുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന മാതാപിതാ, യുവക്കന്മാരോടെയും പറയട്ടെ, നീ നിന്നോട് തന്നെ ചോദിക്കും, ദൈവാത്മാവിനാലാണോ ഞാൻ നടത്തപ്പെടുന്നത്? അല്ലേലിയ. ദൈവാത്മാവിനാൽ നീ നടത്താൻ ഈ ലോകത്തിന്റെ വെറുക്കൂട്ടിലേക്ക് നീ പോകത്തില്ലെന്ന. നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലൊക്കെ നീ താത്തു വെക്കും, ആവശ്യം ഫോണൊക്കെ ആവശ്യം വിളിക്കാൻ. അല്ലേലിയ. ചിലരൊക്കെ 24 മണിക്കൂർ ഈ മൊബൈൽ വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മായിയമ്മയും എന്ന് വേണ്ട സകല ജനങ്ങൾ ഇതിനു മുമ്പിൽ എന്ന് പറഞ്ഞാൽ ജഡത്തിനാ വസിക്കുന്നത്. രക്തം ചെയ്യും. ദൈവാത്മാവിൽ വസിക്കുന്നെങ്കിൽ അവന്റെ കയ്യിൽ തിരുവെഴുത്തുണ്ടാവും. ആ മനുഷ്യൻ തിരുവെഴുത്ത് വായിച്ചു പഠിക്കും, വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കും, സമയത്ത് മാറി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് ചേർന്നിരിക്കും, പറ്റിയിരിക്കും. യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന പോലെ ദൈവാത്മാവിനാ നടത്തപ്പെടുന്നവർക്കെയും ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. മാറിയ നല്ല അംശം തെരഞ്ഞെടുത്തവന്റെ പാതപീഠത്തിൽ വചനം കേട്ടതുപോലെ ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവരെല്ലാം നാം ദൈവത്തിന്റെ പാതപീഠത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കും. ദൈവാത്മാവിനാ നടത്തപ്പെടുന്നവർ. അല്ലേരി. പലരെ കുറിച്ച് മനം കലങ്ങി വിചാരപ്പെട്ടുമൊക്കെയാണ് ഇരിക്കുന്നെങ്കിൽ വാർത്തയെപ്പോലെ ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലേരിയ. ദൈവാത്മാവിനാൽ നാം നടത്തപ്പെടണം. പ്രൈസ് ലോർഡ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതം മുഴുവൻ അല്ലേലൂയ ദൈവാത്മാവിനാൽ നടത്തപ്പെട്ടതായിരുന്നു. ഡെമസ്കോസ് പടിക്കൽ വെച്ച് യേശു പൗലോസിനെ സന്ദർശിച്ച് പൗലോസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ജഡത്തിന്റെ ആത്മാവിനെ നീക്കിക്കളഞ്ഞ് ദൈവാത്മാവിനാൽ പൗലോസിനെ നിറച്ചതിന് ശേഷമായി ദൈവിക നിയോഗപ്രകാരം പൗലോസിന്റെ ശുശ്രൂഷ മുഴുവൻ താൻ രക്തസാക്ഷിത്വം ഭരിക്കുന്നിടം വരെയും ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് നിറഞ്ഞ മനുഷ്യനായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് 14 ലേഖനങ്ങൾ പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എഴുതി തന്ന ദൈവസഭയുടെ മർമ്മങ്ങൾ, ദൈവസഭയുടെ അടിസ്ഥാനങ്ങൾ, വിശ്വാസിയുടെ ജീവിതം, ക്രമം, ക്രമീകരണം, വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ വെളിപ്പെടുത്തി തന്നത്. കാരണം പൗലോസ് ദൈവാത്മാവിൽ നിറയപ്പെട്ടവനായിരുന്നു. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവിൽ നിറയപ്പെട്ടവൻ ഈ ലോകത്തെ ഭയപ്പെടത്തില്ല. ഈ ലോകത്തിന്റെ യാതൊരു കേസിലും ഭയപ്പെടത്തില്ല. ദൈവാത്മാവിൽ നിറയപ്പെട്ടവന് അനാഥനല്ലാത്തത് കൊണ്ട് അവൻ ഏത് പ്രശ്നം കടന്നു വരുമ്പോഴും അവൻ മുടങ്ങാനും മടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവാത്മാവിൽ നിറയപ്പെടാൻ തുടങ്ങും. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ആത്മാവിൽ പാടുവാൻ തുടങ്ങും. ആത്മാവിൽ വചനം പറയാൻ തുടങ്ങും. അവന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ അവനെ ജയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ദൈവാത്മാവിൽ നീ നടത്തപ്പെടാത്തതുകൊണ്ടാണ് നിന്റെ ജീവിതം പരാജയപ്പെട്ട് നീ അനാഥനെന്ന് പറഞ്ഞ് നീ ഒറ്റയാണെന്ന്, ഇതെല്ലാം നിന്റെ വിധിയാണെന്ന് പറഞ്ഞ് നീ ആത്മഹത്യയിൽ ശ്രമിക്കുന്നത്. നിന്റെ ഉള്ളിൽ ദൈവാത്മാവില്ലാത്തതുകൊണ്ടാണ്. ലോകത്തിന്റെ ആത്മാവ്, ജഡത്തിന്റെ ആത്മാവ്, സാത്താന്റെ ആത്മാവ് നീ വസിക്കുന്നിടത്തോളം കാലം നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മടങ്ങുക. ഹല്ലേലൂയ. നീ വലിയ വലിയ സൗധങ്ങൾ പണിതുയർത്തി അതിനകത്ത് താമസിച്ചുകൊണ്ട് ആഡംബര കാറുകളിൽ സഞ്ചരിച്ചുകൊണ്ടോ വലിയ ഹോട്ടലുകളിൽ പാർത്തുകൊണ്ട് ലോകം വിടപം ചുറ്റി നീ യാത്ര ചെയ്ത് നീ സഞ്ചാരിയായി ജീവിച്ചത് കൊണ്ടോ അല്ലേലൂയ. ലോകത്തിന്റെ അറിവും ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ നിനക്കുണ്ടെങ്കിലും അല്ലേലൂയ നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ലോകരക്ഷിതമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണം. ആത്മജനനം, ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കണം. അല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ദൈവാത്മാവോട് ചേർന്ന് നടക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലേലൂയ. അല്ല നിന്റെ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ നീ വിദ്യാഭ്യാസം കൊണ്ടോ തസ്തികൾ കൊണ്ടോ സ്ഥാനമാനകൾ കൊണ്ടോ നീ ഇരിക്കുന്ന രാജ്യത്തിന്റെ മഹത്വം കൊണ്ടോ നീ ഇരിക്കുന്ന സീറ്റിന്റെ മഹത്വം കൊണ്ടോ ഒന്നും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പടുത്തുയർത്തിയ പ്രതാപമുള്ള പള്ളിയിൽ നീ ഒന്നാമനായി ഇരുന്നത് കൊണ്ടോ, അവിടുത്തെ കൈക്കാരനായിരുന്നു കൊണ്ടോ, അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. നിന്റെ ജഡത്തിന്റെ ആത്മാവിനെ മരിച്ച കർത്താവായ യേശുവിലൂടെ നീ വീണ്ടും തന്നെ പ്രാപിച്ച് ദൈവാത്മാവ് നിന്റെ ഉള്ളിൽ സാക്ഷ്യം പറയണം, ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന്. ഹല്ലേലൂയ.
മനസാന്തരപ്പെടും മടങ്ങി വാ. സമയം ഇനി അധികമില്ല കേട്ടോ. രക്തം ചെയ്യും. സുവിശേഷത്തിന് മാത്രമേ നിന്നെ ക്രമീകരിക്കാൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ നിന്നെ ശക്തിപ്പെടുത്താൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ നിനക്ക് വീണ്ടും ജന്മം തരാൻ കഴിയുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ നിത്യജീവനെ തരാൻ കഴിയുള്ളൂ. ഒരു സമുദായത്തിനും സമുദായത്തിന്റെ തത്വങ്ങൾക്കും സമുദായത്തിന്റെ വേദങ്ങൾക്കും സമുദായത്തിന്റെ ആലോചനകൾക്കും സമുദായത്തിന്റെ പഠിപ്പീരുകൾക്കും ഒരു മത നേതാക്കന്മാർക്കും നിനക്ക് രക്ഷ തരാൻ കഴിയില്ല. രക്ഷ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനാൽ മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 രേഖപ്പെടുത്തി വെച്ചത്. മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുവനും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റാരിലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല. അവിടെ വായിച്ച് കാണാൻ കഴിയും, മറ്റൊരുത്തരിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ലെന്ന്. എന്ന് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളെന്ന്. രക്തക്ഷയം. ഹല്ലേലൂയ. സത്യസുവിശേഷത്തെ നീ അംഗീകരിക്കാൻ തയ്യാറാകണം. രക്തക്ഷയം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, യുവതീവാക്യരോട് പറയട്ടെ, നിനക്കൊരു മരണം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ലോക ജീവിതം എത്ര കാലമാണെന്ന് തിരിച്ചറിയണം. ഒരു മരണം നിന്നോട് കൂടെ യാത്ര ഏത് സമയത്ത് നിന്റെ മരണം കയറി പിടിക്കുമ്പോൾ, മരണം നിന്റെ മുന്നിൽ വരുമ്പോൾ, മരണത്തോടുകൂടി നീ ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ, ദൈവിക ദൂതന്മാർ നിന്നെ സ്വീകരിക്കണമെങ്കിൽ, ആ സ്വർഗീയ പരദീസിലേക്ക് നീ ചെല്ലണമെങ്കിൽ, ഈ ഭൂമി വെച്ച് തന്നെ നിന്റെ പാപജടത്തെ മരിപ്പിച്ചുകൊണ്ട് പാപത്തിന്റെ ആത്മാവിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് നീ ആത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിക്കണം. ദൈവാത്മാവിനാൽ നീ നിറയപ്പെടണം. രക്തം ചെയ്യും. പ്രൈസലോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നാണ് രക്തം ചെയ്യും. ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവിടുത്തെ രാജാവ് എന്നാണ് പറയുന്നത്. ചിലർ ഞങ്ങളാണ് ഇവിടുത്തെ രാജാവ്. ചില കണ്ടെങ്കിൽ ഭയങ്കര ഹുങ്കാരം, പ്രതാപം, എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ ഉള്ള വ്യാജ ഭാവേനെ ചിലൊക്കെ നടക്കുന്നത് കാണാം. ഹല്ലേലൂയ. അത് നിനക്ക് എന്തെല്ലാം ഉണ്ടെന്നതിന്റെ വ്യാജഭാവന നീ നടന്നാലും, നീ എത്ര പ്രതാപമുള്ളവനെ ചങ്ക് വിരിച്ച് നീ തല ഉയർത്തി നടന്നാലും, ഹല്ലേലൂയ, ലോകം നിന്നെ തോളിലേറ്റ് നടന്നാലും, ലോകത്തിന്റെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നിനക്കുണ്ടെങ്കിലും, ഇവിടുത്തെ കോടീശ്വരന്മാരുടെ പദവിയിൽ നീ എത്തപ്പെട്ട് ഒന്നാമനായി നിന്നാലും, നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, വീണ്ടും ജന്മം പ്രാപിക്കുന്നെങ്കിൽ സ്വർഗരാജ്യത്തിന് പടി നീ കാണത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ പടി കാണാൻ വീണ്ടും ജന്മം പ്രാപിക്കണം. വിശുദ്ധിയിൽ ജീവിക്കണം. പാപ സ്വഭാവങ്ങളെ നീക്കിക്കളയണം. വീണ്ടും ജന്മം പ്രാപിച്ചവൻ കൽഷാബി പോയിരിക്കത്തില്ല. വീണ്ടും ജന്മം പ്രാപിച്ചവൻ ഭാവിയിൽ പോയിരിക്കത്തില്ല. വീണ്ടും ജന്മം കാണലി ബീവറേജിന്റെ പടിക്ക് പോയി ക്യൂ നിൽക്കത്തില്ല. അല്ലേ. വീണ്ടും ജന്മം പ്രാപിച്ചവന്റെ ചൂണ്ടിൽ പുകാമി സിഗരറ്റ് എരിയത്തില്ല, വീടി എരിയത്തില്ല. വീണ്ടും ജന്മം വായിച്ചവന്റെ നാവിൽ തമ്പാക്കുകളും ഭരണശാലകളും അമലിയ ബബിൾക്കും ചൂയിങ്ങും അടക്കമുള്ള തുളസിപ്പാക്ക് അടക്കമുള്ളതൊന്നും വീണ്ടെടുക്കപ്പെട്ടവന്റെ ചൂണ്ടിലും നാവിലും ഉണ്ടായിരിക്കത്തില്ല. കാരണം ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. വീണ്ടെടുക്കപ്പെടാത്തവനെല്ലാം ലോകത്തിന്റെ പാപസുഖങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാരും അസഭ്യം വിളിച്ച് ചീത്ത വിളിച്ചു പറയത്തില്ല. അവൻ അസർമാർഗമായി ജീവിതം നയിക്കാൻ കഴിയത്തില്ല. വീണ്ടെടുക്കപ്പെടാത്തവരെല്ലാം സാത്താന്റെ ആത്മാവിനാൽ എല്ലാ പാപങ്ങൾക്കും വിധേയപ്പെട്ടവരായി മാറും. അവന്റെ അവസാനം കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നിത്യ നരകത്തിലാണ്. എല്ലാവരും പറയും സ്വർഗവും നരകമൊക്കെ ഈ ഭൂമിയിലാണെന്ന് പറഞ്ഞ്, സ്വർഗവും നരകമൊക്കെ ഇവിടെയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനവധി ഭോഷന്മാർ, വിഡ്ഢികളുണ്ട്. അല്ലെങ്കിൽ ചിലരോട് ചോദിച്ചവർ സ്വർഗവും നരകമല്ല ഇവിടെയാണെന്ന് പറയും. അങ്ങനെ പറയുന്ന അനവധി പമ്പര വിഡ്ഢികളുണ്ട്. സ്വർഗവും നരകവും ഇവിടത്തെയാണെന്ന് പറയുന്ന എന്നെ കിട്ടുന്ന സ്വഭാവം സ്വർഗവും നരകമൊന്നും എല്ലാം ഇവിടെ തന്നെയില്ല. ദൈവം സ്വർഗവും സൃഷ്ടിച്ചിട്ടുണ്ട്, നരകവും സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യന് ജനനം വെച്ചിട്ടുണ്ട്, മരണം വെച്ചിട്ടുണ്ട്. മനുഷ്യന് മരണാനന്തര ജീവിതം ഇവിടെയാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൗലോസ് റോമർക്ക് ലേഖനങ്ങളിൽ പറഞ്ഞത് ദൈവാത്മാവിനാൽ ദൈവാത്മാവ് നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞത്. രക്തം ചെയ്യും. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, നാം ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ നാം കർത്താവിനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. അവന്റെ ക്രൂശെടുത്ത് നാൾത്തോറും അവനെ അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ, അവൻ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഈ വചനം അങ്ങനെ കേട്ടോ, തന്റെ ക്രൂശ്. അതുകൊണ്ട് നമ്മൾ ഈ കുരിശ് ചുമന്നത് കൊണ്ട് കാര്യമില്ല. ചിലരൊക്കെ ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് വലിയ മലകൾ കയറാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. സ്വതാവേ, കർത്താവിന്റെ ക്രൂശെടുത്ത് നീ നാൾത്തോറും കർത്താവിനെ അനുഗമിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. വർഷത്തിലൊരിക്കൽ കടമ പോലെ പാപത്തിന് പരിഹാരം വരുന്നതുപോലെ നീ കുരിശ് ചുമന്നുകൊണ്ട് എന്താണ് പ്രയോജനം?
എന്റെ പാപത്തെ മരിപ്പിച്ചോ, ജഡത്തെ മരിപ്പിച്ചോ, ആത്മാവിൽ നിറയപ്പെട്ടോ, ദൈവാത്മാവിൽ നിറയപ്പെട്ടോ. നീ മാനസാന്തരപ്പെടണമെന്ന് രക്തം ചെയ്യും. ദൈവജനം പഠിപ്പിക്കുന്നതാ കേട്ടോ, രക്തം ചെയ്യും. വലിയൊരു ഇവിടെ ദൈവത്തിന് പറഞ്ഞു ദൈവമക്കളാകുന്നത് എങ്ങനെ? അല്ലെങ്കിൽ പലരുടെ ചോദ്യമാണ്, എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളാകുന്നത്, ദൈവത്തിന്റെ മകനാകുന്നത് എങ്ങനെ? അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് ഒന്നാമത്തെ അനുഭവമാണ്. രക്ഷിക്കപ്പെടുന്നത് ഒന്നാമത്തെ അനുഭവമാണ്. ദൈവമക്കളാകാൻ ഒന്നാം രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ഹൃദയം കൊടുക്കണം. ആമേ സ്നാനമേൽക്കുന്നത് രണ്ടാമത്തെ അനുഭവമാണ്. രണ്ടാമത് രക്ഷിക്കപ്പെടുന്നത് എന്ത് ചെയ്യണം? കർത്താവിന്റെ വിശുദ്ധ കൽപ്പനയാകുന്ന സ്നാനം ഹല്ലേലൂയ ജലത്തിൽ ആമേ ചെയ്യണം. മാമോദീസയല്ല ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ, പാപിയാണെന്നുള്ള ബോധ്യം നിനക്ക് വന്നു കഴിയുമ്പോൾ, ആദാമ്യ പാപം ആമേ ജന്മപാപം നിന്റെ ജീവിതത്തിലുണ്ടെന്ന് നിനക്ക് ബോധ്യമായി കഴിയുമ്പോൾ, നിന്റെ പാപത്തെ നീ തന്നെ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ആമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുന്നത് രണ്ടാമത്തെ അനുഭവം. മൂന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ നമ്മൾ ദൈവമക്കളാണെന്നുള്ള തെളിവ്. ഹല്ലേലൂയ. ഒന്ന് രക്ഷിക്കപ്പെടണം, രണ്ട് സ്നാനപ്പെടണം, പിന്നെ അഭിഷേകത്താൽ നിറയപ്പെടണം. യേശു സ്നാനമേറ്റ് കരയിൽ കയറിയ ആ സന്ദർഭത്തെ വായിച്ചു നോക്കുക. യേശുക്രിസ്തു സ്നാനമേറ്റ സന്ദർഭത്തെ കുറിച്ച് വായിച്ചു നോക്കണം. ഹല്ലേലൂയ. അത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്കവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന് ശബ്ദമുണ്ടായി. എന്താണ് പറഞ്ഞത്? യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പം വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണല്ലോ യേശു സ്നാനമേറ്റത്, അല്ലാതെ തല കഴുകുന്നതല്ല കേട്ടോ. ഹല്ലേലൂയ. മാതാപിതാക്കളും മക്കളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മളെ മാമോദീസം മുക്കുന്നത് കൊണ്ട് സ്നാനമായില്ല. യേശു വെള്ളത്തിലിറങ്ങിയതുപോലെ തന്നെ നാം പ്രായപൂർത്തിയായി തെറ്റുകൾ തിരുത്തി മാനസാന്തരപ്പെട്ട് നാം തന്നെ ജലത്തിലിറങ്ങി ദൈവദാസന്മാരാൽ ആത്മനിയോഗമുള്ള സ്നാപകന്മാരുടെ കൈക്കിൽ സ്നാനമേൽക്കണം. ഹല്ലേലൂയ. യേശു യോഹന്നാൻ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു. ഹല്ലേലൂയ. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് യോഹന്നാൻ കണ്ടു. രക്തം ചെയ്യും. എന്നിട്ട് സ്വർഗത്തിന് ശബ്ദമാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിന് ശബ്ദമുണ്ടായി. ഇതൊക്കെ എന്തിനാണ് എഴുതി വെച്ചത്? നമുക്ക് സുബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സുബോധമുണ്ടായി യേശു സ്നാനപ്പെട്ടതുപോലെ തന്നെ നമ്മൾ സ്നാനപ്പെടണമെന്ന് നമുക്ക് തിരിച്ചറിവ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വേദപുസ്തകത്തിൽ ഇതൊക്കെ വായിച്ചിട്ട് മനസ്സിലാകുന്നതിൽ പറഞ്ഞാലും കേൾക്കത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ ഡെയിലി കാണാറുണ്ട് ചില സഹോദരിമാർ ഇരുന്ന് വചനം വായിക്കുന്നത്, വേദപുസ്തകം. പക്ഷെ അവരോട് ഞാൻ ചോദിച്ചു, എന്തൊരു മനസ്സിലായോ? എന്തോ മനസ്സിലാകാനാണ്. അതിങ്ങനെ വായിക്കുക, പള്ളി എന്ന് പറയുന്നത് വായിച്ചു കളഞ്ഞു. അപ്പൊ ഞങ്ങൾ വായിക്കുക. അല്ലേ, ഒന്നും മനസ്സിലായിട്ടില്ല. ഈ മനുഷ്യരൊക്കെ നരകത്തിൽ പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക, രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ എന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു സഹോദരൻ എപ്പോഴും കാണുമ്പോൾ എന്നെ ചീത്ത വിളിക്കും. എന്നെ നേരെ എന്നെ ഭയങ്കര ചീത്ത വിളിക്കും. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് അവർ എപ്പോൾ കണ്ടാലും ചീത്ത വിളിക്കും. പെന്തക്കോസുകാരങ്ങനെയാണ്, പാസ്റ്റർമാരങ്ങനെയാണ്, ചുമ്മാ നടക്കാതെ തിന്നുന്നവരാണ്, കള്ളിപ്പേരാണ്, കള്ളം പറഞ്ഞ പൈസ മേടിക്കുന്നതൊക്കെ ഒരുപാട് പറയും. ഹല്ലേലൂയ. ഞാൻ അവരോട് പറയണം, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന്, നീ പാപിയായ മനുഷ്യനാണ്. പാപം നിന്റെ ഉള്ളിൽ കിടക്കുന്നത് ജഡത്തിന്റെ ആത്മാവിനെ നീ നടത്തുകൊണ്ട് നീ ജഡത്തിന്റെ ആത്മാവിലെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ ഞങ്ങളെപ്പോലെ മടങ്ങി വരാൻ പറയുമ്പോൾ അവൻ പറയും, ഞാൻ വരത്തില്ല, പാരമ്പര്യം വേണമല്ലോ, ഒരു തലയെങ്കിലും പള്ളി വേണ്ടേ? അതെ, നീ പള്ളി തല വെച്ചുകൊണ്ട് നിന്നോ, നിന്റെ തല ദൈവരാജ്യത്തിൽ കാണില്ലെന്ന് പറയും. അല്ലേ, ഒരിക്കലും സമാധാനമില്ല കുടുംബത്തിൽ കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമുക്ക് സമാധാന ജീവിതം വേണോ? യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ഈ ലോക ജീവിതം ഒരിക്കൽ മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം നമുക്ക് ഇവിടെ ഇല്ല. ചിലർ പഠിപ്പിക്കുന്നു, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് അടുത്ത ജന്മത്തിൽ ഇവിടെ മനുഷ്യനായി അല്ലെങ്കിൽ എങ്ങനെയും വന്നു കഴിഞ്ഞാൽ അന്ന് നല്ലതായിട്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നമാവി ഇങ്ങനെയുള്ള മണ്ടത്തരം നിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ?
നീ മരിക്കുന്നതിനോട് സകലവും കഴിയും. നീ മരിച്ചു പോയി എന്നാ പറയാം, മരിച്ചു പോയി, പിന്നെ അവിടെ ഒന്നുമില്ല. മരിച്ചു പോയി കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊരു ജന്മം നിനക്ക് ഈ ഭൂമി കിട്ടത്തില്ല. രണ്ടാമതൊരു ജന്മത്തിൽ നീ പിന്നെ ഇവിടുത്തെ തന്ത്രിയോ പൂജാരിയോ പള്ളിയിലെ പുരോഹിതനോ ഒസ്താദോ അല്ലെങ്കിൽ ഉപദേശിയോ പാസോ ആരായി ജീവിക്കാമെന്ന് നീ ചിന്തിച്ചാലും അത് നടക്കുന്ന കാര്യമല്ലെന്നാ. ഇവിടെ നമുക്ക് ഒരു ജീവിതം മാത്രം, അല്ലെങ്കിൽ രണ്ടാമതൊരു ജീവിതമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇവിടെയാണ് നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിന്റെ മാനസാന്തരത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് നീ ഇവിടെ വെച്ചാണ്. ആത്മാവ് നിന്റെ ഉള്ളിൽ സാക്ഷ്യം പറയണം. നീ ദൈവത്തിന്റെ മകനാണെന്ന് സാക്ഷ്യം പറയണം. ദൈവത്തിന്റെ മകനായി നടക്കുമുള്ള യോഗ്യത നിനക്ക് വേണം. ഹല്ലേലൂയ. പഴയതിനെ വിട്ട് നീ മടങ്ങി വരണം. 2 കൊരിന്ത്യർ ലേഖനം 5:17 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഒരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി, ഇതാണ് പുതിയത്. എന്റെ ഉള്ളിൽ സകലത്തിന് പുതുക്കം വരണം. രക്തം ചെയ്യും. അപ്പൊ യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയുടയൻ ആത്മാവ് പ്രാവെന്ന പോലെ അവന്റെ ഇറങ്ങി വന്നു. സ്വർഗ്ഗം തുറന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പി. ഹല്ലേലൂയ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് യേശു ക്രിസ്തു 30 വയസ്സ് വരെ സ്വർലോക ശാന്തമായിരുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു 30 വരെ ഭൂമിയിൽ ശാന്തമായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ജീവിച്ചു. 30 വയസ്സിൽ സ്വർഗലോക ശാന്തമായിരുന്നു. സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നവൻ 30 വയസ്സ് വരെ. യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുന്നിടം വരെ, സ്നാനമേറ്റ് വെള്ളത്തെ കയറി ഉടനെ സ്വർഗം സംസാരിച്ച് ഇവനെന്റെ പ്രിയപുത്രൻ സംസാരം. അതുവരെ സ്വർഗത്തിന് ശബ്ദവും ഇല്ലാതിരുന്നെങ്കിൽ അവിടെ ദൈവം ശബ്ദമുണ്ടായി. എപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങിയോ അപ്പോൾ മുതൽ ദൈവപുത്രൻ അധികാരം സ്വർഗത്തിൽ നിന്നും അവന് നൽകപ്പെട്ടു. അപ്പം ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവനെന്റെ ദൈവപുത്രൻ അംഗീകാരം സ്വർഗത്തിൽ നിന്നും അവന് നൽകപ്പെട്ടു. ആകയാൽ യേശു തന്റെ ശിഷ്യന്മാരെ നോക്കി, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി 7 നാൾ കഴിയുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. രക്തം ചെയ്യും. അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:5 വരണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:5 വായിക്കുമ്പോൾ ഇപ്പൊ ഞാൻ വായിച്ചു പറഞ്ഞാൽ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി 7 നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞു, അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവൻ അവരോട്, കർത്താവേ, നീ ഇസ്രായേലിൽ നിന്ന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നിട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ അവർ യേശു സ്വർഗാരോപണം ചെയ്തതിനു ശേഷമായി ഒന്നിച്ച് മാളികമുറിയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ലൂക്കോസ് സുവിശേഷം 24:49 വായിക്കും. നിങ്ങൾ വീരത്തിൽ ശക്തി ധരിക്കുമ്പോൾ നഗരത്തിൽ പാർപ്പീൻ എന്ന് പറഞ്ഞ ദൈവിക വാഗ്ദത്തം ഹല്ലേലൂയ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവർ ദൈവാത്മാവിൽ നിറയപ്പെട്ടു. ദൈവാത്മാവിൽ സാക്ഷികളായി തീരെ ആത്മാവ് താനും അവരോട് സാക്ഷ്യം പറയാൻ തുടങ്ങി. നീ ദൈവത്തിന്റെ പേരാണ്, നീ ദൈവത്തിന്റെ ദാസനാണ്. അവർ കർത്താവിനെ ലോകം മുഴുവൻ പ്രസംഗിച്ചു തുടങ്ങി. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ക്രിസ്തുവേ, നീ മടങ്ങി വരണം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയർത്തി ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. വാഗ്ദത്തമാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ വായിച്ചത്. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ഉയരത്തിന് ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആദ്യസഭയുടെ ആരംഭത്തെങ്കിൽ അപ്പോസ്തലന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ ദൈവത്തിന് കാത്തിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ആത്മാവിൽ നിന്ന് നിറയപ്പെടണം, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. ദൈവാത്മാവിനാൽ നീ നിറയപ്പെട്ട് ദൈവമകനാണ്, ദൈവത്തിന്റെ മകളാണെന്നുള്ള അധികാരത്തോടും അവകാശത്തോടും കൂടി നീ ജീവിക്കണം. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മാനസാന്തരം ആവശ്യമാണ്.
ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. വലിയ പരിശുദ്ധാത്മാവ് പ്രാവശ്യനോട് കൂടി അതിനെ കളയരുത്. അല്ലേലിയ. പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കളയരുത്. അല്ലേലിയ, സ്തോത്രം. അല്ലേയ എന്ന് പറഞ്ഞാൽ മത്തായിയുടെ വിശേഷമായി നിങ്ങളുടെ മുത്തുകൾ പന്നിയുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ പോലെ, ലേലിയ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ആമീൻ. എഫേസ്യ ലേഖനം 4:30 വായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു പാപ സ്വഭാവങ്ങളും നിന്റെ ഉള്ളിൽ വരരുത്. നീ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കഴിഞ്ഞാൽ, ആത്മശാനം നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ. രക്തം ചെയ്യും. പാപം നിന്റെ ഉള്ളിൽ പ്രവേശിക്കരുത്. പാപ സ്വഭാവം വരരുത്. ലോകത്തിന്റെ മാലിന്യങ്ങൾ വരരുത്. പഴയതിനെ വീണ്ടും ചെകഞ്ഞെടുത്തുകൊണ്ട് വരരുത്. ലേലിയ. ചിലരൊക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവമക്കളായി കഴിഞ്ഞാലും പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് വരും. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വല്യപ്പന്മാര്, ഞങ്ങളുടെ അപ്പൂപ്പന്മാര്, ഞങ്ങളുടെ തറവാട്, ഞങ്ങളുടെ ബന്ധങ്ങൾ എത്ര വലുത്, ഇന്നും ഞങ്ങളുടെ കുടുംബം അവിടെ ഉണ്ട്, ഇന്നും ഞങ്ങളുടെ തലമുറയുണ്ട്. പഴയത് ചെകഞ്ഞു പിടിച്ചുകൊണ്ട് വരും പലരും. അല്ലെങ്കിൽ അങ്ങനെ പഴയതിലേക്ക് പോകുമ്പോൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധമായി നീ നഷ്ടപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ദൈവം തന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു വാക്കുകളും നീ പറയരുത്. യാതൊന്നും ചെകഞ്ഞെടുത്തുകൊണ്ട് വരരുത്. ക്രിസ്തുവിലൂടെ വീണ്ടും തന്നെ പ്രാപിച്ച നീ പുതിയ സൃഷ്ടിയാണ്. അല്ലേലിയ. അതുകൊണ്ട് പുതിയ ചിന്തകളും പുതിയ തീരുമാനങ്ങളുമായിരിക്കണം. ദൈവവചനത്താൽ നീ നിറയപ്പെടണം. അല്ലേലിയ. അപ്പൊ ഇതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കളയരുത്. അതിനുശേഷം പൂർണ്ണമായി നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. അല്ലേലിയ. ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചു കൊടുത്തിട്ട് പറയണം, പരിശുദ്ധാത്മാവി എന്നെ നടത്തേണമേ എന്ന് നിങ്ങൾ ആദ്യത്തിനും പറയണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പേരിൽ എന്ന് പറയണം, പരിശുദ്ധാത്മാവി ഇന്ന് പകൽ എനിക്ക് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് നടക്കണം. ഞാൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ സിനിമാശാലകളുണ്ട്, തിയേറ്ററുകളുണ്ട്, കള്ള് ഷാപ്പുകളുണ്ട്, ബീവറേജുകളുണ്ട്, ബാറുകളുണ്ട്, ചൂടാത്ത കേന്ദ്രങ്ങളുണ്ട്, അസഭ്യം പറയുന്നുണ്ട്, പരിഹാസികൾ ഇരിക്കുന്ന ഇടമുണ്ട്, തുട്ടന്മാരുടെ കൂടാരമുണ്ട്. അല്ലെങ്കിൽ പാവികളുടെ വഴിയുണ്ട്. എവിടെയൊന്നും പോയി ഇരിക്കാതെ ദൈവാത്മാവിനാ നിറയപ്പെട്ട് അങ്ങ് മാത്രം നടത്തുന്ന വഴിയിലൂടെ തന്നെ നടത്തണമെന്ന് നീ പറയണം. അല്ലേലിയ. സ്വതം എന്നും നീ പറയണം വിശുദ്ധമായിട്ട്. എന്നിട്ട് പറയണം, ദൈവത്തിൽ നിറവേറ്റണമേ എന്ന് പറഞ്ഞ് നിങ്ങളെ സമർപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങൾ രാവിലെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി പറഞ്ഞ കർത്താവേ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കളെ, എന്റെ മാതാപിതാക്കളെ, എന്റെ മരുമോളെ, എന്റെ അമ്മായിയമ്മേ, ദുഷ്ടന്റെ ആലോചനപ്രകാരം നടക്കാതെ, പാപികളെ വഴി നിൽക്കാതെ, പരിഹാസിൽ ഇരുപ്പെടുത്തിയിരുന്ന് ലോകത്തിന് പ്രാപിച്ച് കുടുംബത്തിനകത്ത് സമൂഹത്തിൽ ആലയത്തിൽ കലകമുണ്ടാക്കാതെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് നടത്തുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആത്മാവിനെ നിറയപ്പെടണമെന്നാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, ആമേൻ. സ്തോത്രം. ആരംഭത്തിൽ അല്പം അല്ലെങ്കിൽ കഠിനമായി തോന്നിയേക്കാം. കർത്താവിന്റെ അല്ലെങ്കിൽ ആരംഭത്തിൽ കുറെ വിലക്കുകളുണ്ട്. ആരംഭത്തിൽ കഠിനമായി തോന്നിയേക്കാം. എന്തുകൊണ്ടെന്നാൽ യാതൊരു മനുഷ്യൻ സ്വയം ഇഷ്ടം കൊടുക്കപ്പെടത്തില്ല. കർത്താവിനെ അനുഗമിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. എന്ന് പറഞ്ഞാൽ അവനവന്റെ ഇഷ്ടം ആരും അങ്ങോട്ട് സമർപ്പിക്കാൻ തയ്യാറാകത്തില്ല. അതുകൊണ്ടാണ് സ്തോത്രം. എന്നാൽ ഏതൊരുവനും തന്റെ ആഗ്രഹങ്ങൾക്കൊത്തു തന്നെ പെരുമാറുകയുള്ളൂ. എന്നാൽ തങ്ങളുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റി, തങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. പിന്നെ ആ മനുഷ്യനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അവന്റെ ഉള്ളിൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു എത്രയെന്ന് പൗലോസ് ക്രിസ്തുവിനോട് ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ ക്രൂശിൽ പൗലോസിനെ ക്രൂശിച്ചതായ ആ ക്രൂശിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൗലോസ് ഇനി ജീവിക്കുന്നത് എന്റെ പഴയ ജഡമല്ല, പഴയ ജഡത്വം, പഴയ ജഡമനസ്സല്ല, പഴയ ജഡത്തിന്റെ ആത്മാവല്ല, ഇനി എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്ന് പൗലോസ് പറയുക. അത് നിന്റെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടണം. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടമല്ല, ദൈവഹിതം നിറവേറണം. അതിനുവേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുവാൻ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത്തെ വാക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും.
അത് സത്യത്തിന്റെ ആത്മാവിനെ എന്നേക്കും നിന്നോട് കൂടെ ഇരിപ്പാൻ കർത്താവ് നിനക്ക് തന്ന വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ സത്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കണം. അപ്പൊ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ യേശു ശിഷ്യന്മാരെ വിട്ടു പോകുന്നതിനാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ അവരോട് കൂടെ ഇരിക്കേണ്ടതിന് ഹല്ലേലൂയ വരുമെന്ന് യേശു വാഗ്ദത്തം ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്നതിന് ഗ്രീക്കിൽ ആമേ സ്തോത്രം പാരാക്ലീറ്റോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്നേഹിത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. അത് വായിച്ച പദത്തിലേക്ക് വരട്ടെ. അല്ലെ റോമാലേഖനം ഹല്ലേലൂയ 8-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 14-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാകുന്നു. അതെ, എന്ന് പറഞ്ഞൊക്കെ തീരുമാനമെടുക്കും. ഞാൻ ദൈവാത്മാവിനെ നടത്തപ്പെടുക, ദൈവാത്മാവിനെ നിറയപ്പെട്ട് ജീവിക്കുന്നവനാണെന്നൊരു ബോധ്യത്തോടെ, ഇല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവാത്മാവിനെ എൻ്റെ ഉള്ളിൽ തരണമേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ് നീ തീരുമാനമെടുക്കുക. നിന്റെ കഷ്ടങ്ങളെല്ലാം മാറും, നിന്റെ സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, കണ്ണുനീര് മാറും, നിന്റെ ബാധ്യതകളെല്ലാം മാറും. ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സമാധാനം ദൈവം നിന്നിലും നിന്റെ കുടുംബത്തിലും ജീവിതത്തിലും തരും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസ്ഥാന ആളുകൾ, ഇന്ത്യയിലെ 143 കോടി ജന തലമുറകൾക്കായി എണ്ണത്തിൽപ്പെടാത്തവർ, ലോകരാജ്യം 800 കോടി ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ലോക ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുക രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പട്ടാള മേധാവി, ഗോത്ര ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലെ ജനത്തെയും സകല അധികാരികളെ, കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾക്കുണ്ട് BSC സൈന്യത്തിനായി ക്രമസമാധാന ഭാര്യ നിയമർമ്മാണ രഹസ്യങ്ങൾക്കായി പോലീസ് സെക്ഷനുകൾ, എക്സൈസ് ഫോറസ്റ്റ് ഫയർമാർക്കായി കോടതിയുടെ വിവിധ സെക്ഷനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലമേലും പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ, ബാങ്കിൻ മേഖല, സകല ജനത്തെ കർത്താവി, എല്ലാ മത സാമൂഹിക സാംസ്കാരിക എത്ര മതിയാ വീട്ടിൽ നിൽക്കുന്ന എല്ലാ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർമാരെ, എല്ലാ മതമേലാളന്മാരെയും എല്ലാ കർത്താവി സ്വന്തം ഭരണപക്ഷ പാർട്ടികൾ നിങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിക്കുകയാണ്. കടലോര തീരദേശ മത്സ്യബന്ധന ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, തീരദേശ കൈകൾ, കമ്പ്യൂട്ടർ ഫാമിൽ ജോലിക്കുന്നവർ, വലിയ ചെറുതുമായി വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാർ, ചെറുപരമായി എല്ലാ ക്ഷീരമേഖലയായിരിക്കുന്നു, കൺഷൻ മേഖലയായിരിക്കുന്നവർക്കായി, കൺഷൻ രംഗത്ത് മെക്കാനിക്, ഓട്ടോ യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാ ടാക്സി സർവീസിനെയും, എല്ലാ കർത്താവ് പൊതുമേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. സകലമേലും പൊതുമേഖലയിൽ, ആരോഗ്യ മേഖലയിലായിരിക്കുന്ന എല്ലാവരും നമ്മുടെ കരങ്ങളിലേക്കുന്നു. എല്ലാ വാഹന നിർമ്മിതാക്കൾ സെയിൽസ് ചെയ്യുന്നവർക്കായി, കരയിലും കടലിൽ വാഹന സമാനവും വാഹനം ഓടിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് മദ്യത്തിനും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന ജനീയമായ ജീവിത കുടുംബജീവൻ തകർന്ന് ഭിന്നഭിന്നമായി കിടക്കുന്ന അനേക കേസുകൾ കോടതി ഡിവോഴ്സിൽ കിടക്കുമ്പോൾ നമ്മെ കർത്താവ് ലോകം തലമുറകൾ ലഹരിക്ക് അടിമകളായി തീരുമ്പോൾ, മദ്യപാനികൾ വെറുക്കൂത്തുകാർ പെരുകുമ്പോൾ, ആൾക്കാരി കൊണ്ടാട്ടം, ലഹരി മാഫിയകൾ, എല്ലാ വെറുക്കൂത്തുകാരെ ദൈവം മാനസാന്തരം കൊടുക്കണമേ. സമൂഹത്തെ നശിപ്പിക്കുന്ന തീവ്രവാദങ്ങളും ഭീകരവാദ അക്രമങ്ങളും രാജ്യങ്ങൾ തമ്മിൽ പോരുമ്പോൾ, യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഇവിടെ എല്ലാം ജനം മാനസാന്തരപ്പെട്ടു വന്ന് ജനത്തിന്റെ ആത്മാവിനെ ഇടുക്കി പ്രതികാരത്തിന്റെ സ്വഭാവം മാറ്റിവെച്ച്, രക്തചൊരിച്ചിൽ മാറ്റിവെച്ച് മാനസാന്തരപ്പെടുവാൻ ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വഴിയിലോട്ട് മടങ്ങി വരട്ടെ. കർത്താവ് യേശുവിനെ മധ്യമായി വിനിയോഗിച്ചാൽ ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾ തീവ്രങ്ങൾ ഏൽപ്പിക്കുന്നു. കടക്കണിയാൻ പാടുപെടുന്നവർ ചിരിക്കുന്നവർ നേരിട്ടുണ്ട്. വാർത്തയ്ക്ക് അസുഖങ്ങളെ കാണ്ടും പാപവും ശാപവും ബന്ധനങ്ങളാൽ സാത്താന്റെ ബന്ധനങ്ങളാൽ നിറയപ്പെട്ടിട്ട് സാത്താനിയാൽ അതിൽ കുടുങ്ങിക്കിടക്കുന്ന, ഓൺലൈൻ സാത്താനെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ മാനസാന്തരം ഇടങ്ങിരുവാൻ, എല്ലാ സൗഭാഗ്യ ചൂതാട്ട കേന്ദ്രങ്ങൾ ജനം കിടത്താൻ, എല്ലാ ചെടിക്ക് വീഴ്ച പരസ്യം അശുദ്ധി ജനം മടങ്ങി വരടായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാ സ്ത്രീമാവികളെയും, എല്ലാ പെൺമാവികളെയും, എല്ലാ മദ്യ രോഗികളെയും, എല്ലാ ഭൂമാവികളെയൊക്കെ സന്ദർശിക്കാൻ, എല്ലാ കൊള്ള പരിശുക്കാരി ബ്ലേഡ് മാവികളെയൊക്കെ ദൈവം സന്ദർശിപ്പാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് ഈ പൈശാചിയത്തിൽ ദൈവം സന്ദർശിക്കണമേ. ജനക്ക് മാനസാന്തരം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ, വിദേശരാജ്യ കഷ്ടം സഹിക്കുന്നു, ഒപ്പരപ്പെടും ജയിലിൽ കിടക്കുന്നു, ജോലി നഷ്ടപ്പെട്ട വിസ നഷ്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാസ്പോർട്ട് പ്രാർത്ഥിക്കുന്നു, ജയിലിൽ കിടക്കുന്നവർ, കഷ്ടം സഹിക്കേണ്ട സൗരക്കായി വാമയും മല്ലാതെ കഷ്ടം സഹിക്കുന്നവരെ എല്ലാം ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. എല്ലാവരും യേശു ഞാൻ എണ്ണായി പ്രാർത്ഥിക്കും. വിദേശത്തിന്റെ ജോലി കർത്താവിന്റെ വേലിയിലേക്ക് ദൈവമക്കൾ, ദൈവദാസന്മാർ, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മവാനത്തോടെ ദൈവമക്കൾ ദൈവസഭ നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നഷ്ടപ്പെടുന്ന ഈ പാപികളായ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആത്മാവിനെ അവർ നിറയപ്പെടുവാൻ, ജലാത്മാവിനാൽ മാറി ആത്മസഭ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരുവാൻ ജനത്തിന് വേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിക്കും. ദൈവസഭയെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് കർത്താവ് ഇന്ത്യൻ കർത്താവ് പാകിസ്ഥാനിലെ യുദ്ധം വളരെ കഠിനമായി ശക്തമായിക്കൊണ്ട് കർത്താവ് ഇരു രാജ്യങ്ങൾ സമാധാനത്തിൽ മടങ്ങി വരുവാൻ, യേശുവിന്റെ കരങ്ങളിൽ രക്തം ചൊരിച്ചില്ലാതെ, അക്രമങ്ങളില്ലാതെ ഒരു സമാധാന അന്തരീക്ഷം പകരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മുഖത്തോട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.